ഹൈപ്പിനുള്ളത് ഉണ്ടാവില്ലേ ഇവിടെ? ഹൈപ്പിനുള്ളത് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ അണ്ണന്റെ പടം അല്ലേ, ഗംഭീരാണ്. ഭയങ്കര എൻട്രി ഒക്കെ ഭയങ്കര രസം. സൗബിൻ ഭയങ്കര 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 രസം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ റിവ്യൂ പറയാനൊന്നും നേരെയില്ല, അങ്ങനെ പറയണത് ശരിയല്ല. നമ്മൾ ഗംഭീരാണ്, അത് തന്നെ. ഇനി ബാക്കിയുള്ളത് കാണാം, വെയിറ്റ് ചെയ്യുന്നു. അമീർ ഖാൻ അല്ലേ, എല്ലാവരും ഒക്കെ വരട്ടെ. സന്തോഷ് ഭായി അടിപൊളി. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടിരിക്കാം. അതെ, സൗബിന്റെ പെർഫോമൻസ് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗംഭീരം ഗംഭീരം അതിഗംഭീരം. ടൈപ്പാണ്. ഹൈപ്പിനുള്ളത് എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞ് ഹൈപ്പിനുള്ളത് ഉണ്ടാവില്ലേ ഇവിടെ? ഹൈപ്പിനുള്ളത് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഹൈപ്പിനുള്ളത് കഥ പറഞ്ഞു വരുന്നതേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അറിയാമല്ലോ, നമുക്കൊരു സിനിമയുടെ ആദ്യം തന്നെ നമുക്കെല്ലാം പറഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ ഫൈനലിൽ എന്തോ സസ്പെൻസ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്ക് സ്ലോ ആയിട്ടാണോ പടം പോണേ? ഇപ്പം സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാസുണ്ട്. ബീജം ആണെങ്കിലും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാം നല്ല അഭിനയമാണെങ്കിലും ശ്രുതിഹാസനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ആക്ടറാണ്. കാരണം കമലഹാസന്റെ പാരമ്പര്യം ശ്രുതിഹാസന് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഇത്രയും നാളും ശ്രുതിഹാസന്റെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്തരത്തിലൊരു അഭിനയം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ശ്രുതിഹാസൻ നല്ല പൊളിച്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുപോലെ സൗബിൻ ഷാഹിർ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഇതുവരെയും ചെയ്തിട്ടുണ്ട്. ഫൈനലിൽ നമുക്ക് എത്തിയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫിൽ രജനി, ഞാൻ പറഞ്ഞില്ലേ, രജനി സാറ് ഫസ്റ്റ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫിലേക്ക് നമുക്ക് കടക്കാൻ പോകുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ എന്തോ മാസ് എലമെന്റ്സിലൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകേഷ് കനകരാജിനെ അറിയാമല്ലോ, കുറേയൊക്കെ സസ്പെൻസുകൾ വെച്ചിട്ടുണ്ടാവാം. അത് അവസാനം എത്തിയെങ്കിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല ഇതുവരെയും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ബോറടിച്ച് പോകണില്ല. പക്ഷെ നമ്മളെന്തോ പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ. പടം കുഴപ്പമില്ല. രജനി ഫാനാണ്. ഫസ്റ്റ് ഹാഫ് സൂപ്പർ, ഇതുവരെ കുഴപ്പമില്ല, സൂപ്പർ സാധനമാണ്. നീ എന്താണെന്ന് നീ ബാക്കി ഇന്റർവ്യൂ കഴിച്ച് കാണുമല്ലോ. കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ല. സൗബിൻ സൂപ്പറായിരുന്നു, ഇതുവരെ സൂപ്പറായിരുന്നു. പുള്ളി ഇന്റർവ്യൂ വരെ സൂപ്പറായിരുന്നു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. നീ ബാക്കി സ്റ്റോറി എന്താണെന്ന് ബാക്കി നീ ഇല്ല. പേട്ട സിനിമയുടെ ബാക്കി പോലെ ഭാഷ ടൈപ്പ് പടമാണ്, ടൈപ്പാണ്. ഹൈപ്പിനുള്ളത് എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞ് ബാക്കി കിടക്കുന്നേ ഉള്ളൂ, വരാൻ പോകുന്നു.